മോളെ ചീരു, നീ അന്ന് കൊണ്ടുവന്നത് കൂടാതെ മക്കളുടെ കുറച്ച് ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ അവിടെയുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നതാ. എന്റെ കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്ക് അതെങ്കിലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, അതൊക്കെ അവിടെ ഉണ്ടാവുന്നത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. ഭദ്രമോളും ആർച്ചമോളും എന്നെങ്കിലും അവരുടെ അച്ഛന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ. അമ്മ കരയല്ലേ അമ്മ. ഞാൻ എന്റെ മക്കളെ കിട്ടിയ സന്തോഷത്തില്. എന്നെ അമ്മ സങ്കടപ്പെടുത്തല്ല. എന്റെ പൊന്നു മോളെ, മക്കളെ മാത്രമല്ല നിന്നെയും കൂടി കൈവിട്ടതാ എന്റെ ദുഃഖം. അമ്മ പൈസക്ക് വേണ്ടി സ്വന്തം മക്കളെ വിട്ടുകൊടുക്കുന്നവനാണ് വിനയനെന്ന് ആര് കരുതിയാലും അച്ഛൻ എന്നെ കുറിച്ച് കരുതരുത്. അനുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിച്ചത് ആ ഷോപ്പിൻ്റെ കാര്യത്തിൽ എനിക്കുണ്ടായ നാണക്കേട് മാറ്റാൻ വേണ്ടിയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ഞാൻ തിരിച്ചുകൊണ്ട് വന്നത് അവരില്ലാതെ ചീരുവിന് ജീവിക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്ന കൂടി കൊണ്ടാ. ആ, ഇങ്ങനെയൊക്കെ പറയാനും ഒരു തൊലിക്കട്ടയൊക്കെ വേണം. നീ മുറ്റത്ത് നിൽക്കാതെ ഇങ്ങോട്ട് കയറിയിരിക്കും. ആരെങ്കിലും കണ്ട ഞാൻ നിന്നെ വീട്ടിൽ കയറ്റാത്തോണ്ടാന്ന് കരുതും. അച്ഛൻ ഇപ്പല്ലേ അത് പറയുന്നത്. അമ്മയങ്ങളും കുട്ടികളെയും കൊണ്ട് അകത്ത് കയറുമ്പോ എന്നെ ആരും ക്ഷണിച്ചില്ലല്ലോ. അകത്തേക്കുള്ള പ്രവേശനം നിന്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെ നീ ഇല്ലാതാക്കിയതല്ലേ വിനയ. പിന്നെ വീട്ടിൽ വന്നൊരാളെ പുറത്തു നിർത്തി വാതിലടയ്ക്കുന്നത് മര്യാദയല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ നിന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും മമത ഉണ്ടായിട്ടൊന്നും അല്ല. എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒന്നും മനഃപൂർവ്വം അല്ല അച്ഛാ. ഓരോ പ്രതിസന്ധി വരുമ്പോ എൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നതാ. അന്ന് അച്ഛനും അനുപമയും ചീരവും കൂടി മക്കളെ എടുക്കാൻ വേണ്ടി വന്നപ്പോഴും അതാ ഉണ്ടായത്. ഇനി ഞാൻ എന്നെ നിയന്ത്രിക്കാൻ നോക്കാം അച്ഛാ. അനു തന്ന കാശ് കൊണ്ട് ബിസിനസ് നടത്തിയിട്ട് ഞാൻ രക്ഷപ്പെടും അച്ഛാ. അച്ഛ കണ്ടോ, താമസിയാതെ വിനയൻ ഒരു പുതിയൊരാളായിട്ട് തിരിച്ചു വരും. അന്ന് ഞാൻ അനുപമയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് തിരിച്ചു നൽകിയിട്ട് എൻ്റെ മക്കളെ ഞാൻ തിരിച്ചുകൊണ്ട് പോകും. അങ്ങനെയല്ല, എനിക്ക് വന്ന് എൻ്റെ മക്കളെ കാണുകയും ചെയ്യാലോ, അല്ലേ അച്ഛാ? ആ സുനേട്ടാ, ഇത് ഇവിടെ ക്ലീൻ ആയില്ലല്ലോ. അത് തുറക്കും. ഓ ഓ കരയില് മക്കളെ, അച്ഛമ്മ പോട്ടെ. ഇടയ്ക്ക് കാണാൻ കൊതിയാവുമ്പോ അച്ഛമ്മ ഇവിടെ വന്ന് കണ്ടോളാം. ചീരു മക്കൾ ഇവിടെ തന്നെ കാണുമോ, അതോ പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോവോ? ഡെലിവറി വരെ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടാ വന്നത്. ഉറപ്പില്ല. ഇവിടെ നിൽക്കുന്നത് നല്ലത്. ഹോസ്പിറ്റൽ അടുത്തുണ്ടല്ലോ. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ
ഞങ്ങളെ വിളിക്കാനും മടിക്കണ്ട. വിനയനെ ഒന്നിലും ഉൾപ്പെടുത്താതിരുന്നാ മതിയല്ലോ. വിനയൻ മൂന്നാമത് ആൺകുഞ്ഞാണെന്ന് പറഞ്ഞ് കാത്തിരിക്കല്ലേ. ആരും ഉൾപ്പെടുത്തിയില്ലെങ്കിലും സമയാവുമ്പോ അവൻ എത്തിക്കോളും. എനിക്ക് ജനിക്കാൻ പോകുന്നതും പെൺകുഞ്ഞാവണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. അങ്ങനെയാവുമ്പോ അതിന്റെ അച്ഛൻ തിരിഞ്ഞു നോക്കില്ലല്ലോ. ഇറങ്ങാം. ആ, അമ്മയ്ക്കൊന്നും തോന്നണ്ട. വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നത്. എനിക്കറിയാം, അമ്മയ്ക്ക് എല്ലാം അറിയാം. ഇറങ്ങട്ടെ. എന്തൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായാലും എൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് അച്ഛൻ വരണം. ഈ ആഴ്ച തന്നെ ഞാനത് ഏറ്റെടുക്കും. ആ സ്ഥാപനം അച്ഛനെ കൊണ്ട് തന്നെ വിളക്ക് കൊളുത്തിച്ച് ആരംഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, ഇവിടെ ഇരിപ്പുണ്ടല്ലോ. വിനയം വീണ്ടും മാഷിനെ കയ്യിലെടുക്കാൻ നോക്കുക അല്ലേ? ഹ. അന്നിവൻ മാഷിന്റെ മുമ്പിൽ വെച്ച് കാണിച്ച അഭ്യാസം ഓർത്താ. ഹ. മാഷായിട്ടാ ഇവനെ ഇങ്ങോട്ട് കയറ്റിയത്. അവന്റെ സ്വഭാവം കാരണം അവൻ ഇങ്ങോട്ട് കേറാൻ പറ്റിയില്ലല്ലോ ഏട്ടാ. അവനിപ്പോഴും വെളിയിലല്ലേ. അതിന് ഞാനവനെ മനഃപൂർവ്വം മുറ്റത്ത് നിർത്തിയതല്ല ലതികെ. വിനയനോട് ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞതുമാണ്. അതെ അതെ, ഞാനതിന് യോഗ്യനല്ലെന്ന് തോന്നിയിട്ട് ഞാൻ തന്നെ വിട്ടു നിന്നതാ. യോഗ്യത തെളിയിച്ച് വിനയം തിരിച്ചു വരുമെന്ന് അച്ഛനറിയാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മാഷേ. ആ, ചീരുന്റെ കുഞ്ഞുങ്ങളെ എവിടെ എത്തിക്കാന്നുള്ളതേ ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമായിരുന്നല്ലോ. ഏത് മാർഗത്തിലൂടെയാണ് അത് നിറവേറ്റാൻ സാധിച്ചതെന്ന് ഞങ്ങൾ ആലോചിക്കുന്നില്ല. ലക്ഷ്യം സാധിച്ചല്ലോ, അത് മതി. അനുവിനയന് നൽകിയ പണം കണ്ടിട്ടാ ഞങ്ങളും ഇതിന് തയ്യാറായതെന്ന് ഇവിടെ ഉള്ളവര് കരുതോന്നുള്ളൊരു പേടി ഇങ്ങോട്ട് വരുമ്പോഴേ ഏട്ടനുണ്ടായിരുന്നു. മാഷും മക്കളും അങ്ങനെ കരുതില്ലെന്ന് ഞാനപ്പോഴേ പറഞ്ഞത്. അങ്ങനൊരു വിശ്വാസം ലതികയ്ക്ക് ഞങ്ങളോടുണ്ടായല്ലോ. ഈ വിശ്വാസം രണ്ട് കുടുംബങ്ങളും തമ്മിൽ എന്നും ഉണ്ടായിരിക്കട്ടെ ലതികെ. ശരി, പോയിട്ട് വരാം മാഷെ. ശരി, പോയിട്ടോ. മോളെ, അനു, എന്റെ മക്കളെ നന്നായി നോക്കണേ. ആന്റി സമാധാനായിട്ട് പോ. അച്ഛാ, അപ്പോ ഉദ്ഘാടനത്തിന്റെ കാര്യം മറക്കണ്ട, ഞാൻ വിളിച്ചോളാം. അനു വരണേ. കാശെന്ന് സഹായിച്ച ആളല്ലേ, ഞാൻ അറിയിക്കാം. ശരി. ശരി മാഷേ. ഒന്ന് പോയി വേഗം വണ്ടി കയറാ. അവന്റെ ഒരു ഉദ്ഘാടന മഹാമുഖം. വാടാ. ഭാവിനെയാ.